ഹലോ ഗസ്റ്റാൻഡോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ തായ്ലൻഡിലുള്ള ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഇത് വന്നിട്ട് നമ്മുടെ തായ്ലൻഡ് പട്ടായയിലാണ് നമ്മുടെ ഈ ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ ലൊക്കേഷൻ. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബൈക്കും കാറും പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ടിക്കറ്റ് റേറ്റ് വന്നിട്ട് നമുക്ക് അഡൾട്ട്സിന് 600 ബാത്തും കുട്ടികൾക്ക് 500 ബാത്തുമാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. പിന്നെ ഗ്ലൗസിനും അതിനൊക്കെ 60 ബാത്ത് എക്സ്ട്രാ എടുക്കണം. പിന്നെ 90 ബാത്ത് കൊടുത്തതിന് നമുക്ക് ബൂട്ട്സ് കിട്ടും. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഞാൻ 90 ബാത്തിൻ്റെ ഒരു ബൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 600 ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1300 രൂപ നമുക്കിവിടെ ചാർജ് ആവുന്നതാണ്. പിന്നെ ബൂട്ട്സിൻ്റെയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് 690 ബാത്താവും. അതായത് മൊത്തം ഒരു 1600 രൂപയാവും നമുക്കിതിൻ്റെ അകത്ത് കയറാൻ. ഇതിനകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്കിതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സമയത്തിൽ എപ്പോൾ വന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടെ വരാനുള്ള ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡൗൺ ടൗൺ പട്ടായർ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 16 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ അവിടുത്തെ ലൊക്കേഷൻ. ഇവിടെ വരാൻ വേണ്ടി നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിന് എടുത്താണെങ്കിൽ നമുക്കിവിടെ വന്ന് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ടൂർ ഏജൻസി വഴിയാണ് വരാനെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ -10 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു തണുപ്പ് നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ കിടില ഒരു തണുത്ത ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് ഫുൾ എയർ കണ്ടീഷനാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഏരിയയിൽ ഇതിൻ്റെ അകത്താണുള്ളത്. അവിടെ -10 ഡിഗ്രി സെൽഷ്യസിലാണ് തണുപ്പുള്ളത്. അതിന് നമ്മൾ ജാക്കറ്റും ഷൂസൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡോറിൽ കൂടെ പോയി നമുക്ക് ബൂട്ട്സും ജാക്കറ്റും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഡോറിൽ കൂടെ കയറുമ്പോഴാണ് നമുക്ക് ഇതേപോലത്തെ ഒരു ഈ ഐസ് ഫീൽ ചെയ്യുന്ന ആ ഒരു റൂമിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ റൂമിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം നമ്മൾ ജാക്കറ്റും അതൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ മരവിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു കിടില ഫീലായിരിക്കും. കാരണം നല്ലൊരു തണുത്ത ഒരു ആംബിയൻസിൽ നമുക്കിവിടെ ഫുള്ളും എൻജോയ് ചെയ്യും. അതുമാത്രമല്ല ഇവിടെ ഒരു ഈ ഐസ് ഗ്ലാസിൻ്റെ അതിൻ്റെ അകത്ത് നിന്ന് ജ്യൂസൊക്കെ കുടിക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ബാർ കഫറ്റീരിയ പോലെ അവർ ആ സൈഡിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ടുക്ക് അതായത് നമ്മുടെ ഓട്ടോറിക്ഷയിൽ ആ ഒരു മോഡലിൽ അവരൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ഒരു കിടിലൻ ആംബിയൻസിലാണ് ഇവിടെ ഫുൾ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല കിടിലൻ തണുപ്പും കൂടെയാണ്. ഇനി ഇതേപോലെ ചെറിയ ഇഗ്ലൂ അതിൻ്റെ മോഡലൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഈ ഇഗ്ലൂവിൻ്റെ മോഡലിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കൂൾ ഡ്രിങ്ക് വാങ്ങിച്ച് കഴിച്ചു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ പട്ടായയിലുള്ള ഈ ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ അവിടെ എത്താനുള്ള ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. ഇതാണ് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ടിക്കറ്റിന് ഒരു ഡ്രിങ്ക്സ് ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിച്ച് കുടിക്കാവുന്നതാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് സ്റ്റുഡൻസും കുറച്ച് കുട്ടികൾ സെക്ഷനൊക്കെ നമുക്കിവിടെ വന്നായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ജാക്കറ്റും നമ്മുടെ ആ ബൂട്ട്സൊക്കെ നമ്മൾ തിരിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാൻ. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ അവിടുത്തെ ഒരു ആംബിയൻസ് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. ഫുഡ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നും വേണമെങ്കിൽ വാങ്ങിച്ചിരുന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം.
നമ്മുടെ പട്ടായയിലുള്ള ഫ്രോസ്റ്റ് മാജിക്കൽ ഐസ് ഓഫ് സയാമിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടിലൻ സ്പോട്ടായിരിക്കും. കാരണം നല്ല ഐസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടും കൂടെയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.